യഥാർത്ഥ അയ്യപ്പ കോപം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ദേ അനുഭവിച്ച ഒരാൾ കിളി പോയി നിൽക്കുന്നത് നമുക്ക് കാണാം. സേവ് ശബരിമല എന്നൊക്കെ പറഞ്ഞ അന്ന് ജഡ്ഡിയുടെ എലാസ്റ്റിക് തലയെ കെട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവനിട്ട് അയ്യപ്പൻ ശരിക്ക് പണി കൊടുക്കുന്നത്. നാട്ടുകാരെ കണ്ടോളി, വീട്ടിലോട്ട് കൊണ്ടുപോകണയാണ്. ഇവൻ തന്നെ ഇവന് പരസ്യം കൊടുക്കുക, നാട്ടുകാരെ അങ്ങ് കൂട്ടുകയാണ്. സാധാരണ ഒരു കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് മാസ്കും ഒക്കെ ഇട്ട് ടവലും കൊണ്ടൊക്കെ മറച്ചാ പോവുക. ഇതെനിക്ക് തന്നെ പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ഇവൻ തന്നെ ഇവന് പരസ്യം കൊടുക്കുന്ന ഒരു ഇവന്റെ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ വലിയ ഭാഗ്യമാണ് കേട്ടോ. ചിരിച്ചു പണ്ടാറ അടങ്ങി എനിക്ക് ആയുസ് കൂടും. ഒരു നിരാഹാര സമരത്തിലാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ശരിയാ, ചേട്ടനോടൊന്ന് പറഞ്ഞേക്കണേ ഫുഡൊന്നും കഴിക്കണ്ടെന്ന്. ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന നികുതിപ്പണം ഉണ്ടല്ലോ, ചേട്ടന് പുട്ടടിക്കാനുള്ളതല്ലെന്ന് പ്രത്യേകിച്ച് പറയണമെന്ന് പറയണേ. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം, അത് നീ. ഇത് അർണേഷ് വിധി, സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. നീയാണല്ലോ കോടതി. ഓടാമയില്ലേ ഫ്രീഡം സ്ട്രഗിൾ ഫോർ മെൻ ആൻഡ് ദിസ് ഈസ് അഗൈൻസ്റ്റ് ദി പണ്ഡിതനാണെന്ന് തോന്നുന്നു. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നോ, ഇവന്റെ കൂട്ടത്തിൽ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തടവുകാരുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ്. അവരൊക്കെ വല്ല പോക്കറ്റടിയും കഴിഞ്ഞിട്ട് വന്നായിരിക്കും. മിക്കവാറും ഇവനെ തട്ടിയിട്ട് അവര് കൊലക്കുറ്റത്തിനകത്ത് പോകുന്നു തോന്നുന്നു ഇവന്റെ ഈ പരിപാടി കണ്ടിട്ട്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. അതിന് മെൻസ് കമ്മീഷൻ വേണം. ഇവനാണ് ലോകത്തിൽ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ നടക്കുന്നത്. ഒരല്പം പുരുഷ ബീജം കൂടെ കുത്തിവെക്കുന്നത് നല്ലതായിരിക്കും ഇവന്. ഓൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രസിഡന്റ് ആക്കണം കേട്ടോ. അവനാണെങ്കിൽ വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കി ആളിനെ കൂട്ടും. രണ്ടാമത് ദിലീപിനെ സെക്രട്ടറി ആക്കണം. നീ കാശൂറൊക്കെ ആയിട്ടിരുന്നു. പിന്നെ വേറൊരു കക്ഷിയുണ്ടല്ലോ, ശാന്തിവിള ദിനേശ്, പുള്ളിയും കൂടെ കൂട്ടിക്ക് എവിടെയെങ്കിലും ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവച്ചു. നിങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു അവിയൽ മാതിരി അങ്ങ് പൊക്കോളും.